തളിപ്പറമ്പിലെ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വി.കെ. നിഷാദിന് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതേ ഒറ്റയ്ക്കല്ല കേട്ടോ, ഒരു കൂട്ടുകാരനും ഉണ്ട്, ഒരു സഹ DYFI നേതാവ്. ഈ ശിക്ഷാവിധി വന്ന ഉടനെ തന്നെ നിഷാദിനെ നേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പാർട്ടിക്ക് യാതൊരു കൂസലുമില്ല. ചില പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു വിപ്ലവ പ്രവർത്തനമല്ലായിരുന്നു പോലീസിനെ എറിഞ്ഞത്, ബോംബെറിഞ്ഞത്. അപ്പൊ പിന്നെ പാർട്ടി അദ്ദേഹത്തെ തള്ളി പറയുക? അതാണ് പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിഷാദ് തന്നെയാണ്. കോടതി ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും നിഷാദ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. പാർട്ടി ഏൽപ്പിച്ച ജോലി അത് വളരെ കൃത്യമായിട്ട് ചെയ്തു. അങ്ങനെയുള്ള സഹാക്കളെ, ധീര സഹാക്കളെ എങ്ങനെയാണ് പാർട്ടി കൈവിടുക? സത്യം പറഞ്ഞാൽ ബോംബറുണ്ടല്ലോ ഒരു വിപ്ലവ പ്രവൃത്തിയായിരുന്നു. അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന കറതീർന്ന സഹാക്കളെ പാർട്ടി സംരക്ഷിക്കുക തന്നെ ചെയ്യും. 2012 ഓഗസ്റ്റ് 1 ഇതിനാസ്പദമായ, ഈ ശിക്ഷയ്ക്കാസ്പദമായ സംഭവം നടന്നത്. അന്ന് ഈ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു.